ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സൺഡേ ആണ്. ഞങ്ങളെ ഇന്നലത്തെ ഓണാഘോഷ പരിപാടിയൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞു കേട്ടോ. ഞങ്ങളൊക്കെ സാരിയൊക്കെ മാറ്റി ഇതുണ്ടല്ലേ, ഇതിന് രണ്ടിലും മുണ്ട് ഇതല്ലതാ നോക്ക്. ഒരാൾ മുണ്ടെടുത്തിട്ട് നോക്ക്. എവിടുക്കാ കയ്യിലെന്താ? എന്റെ കയ്യിലെന്താ? മുട്ടായി. ഞാൻ വെച്ച് കല്ലാന്നാ, കല്ലെറിയാനാണ്. ഇവരൊന്നും ഡ്രസ്സ് മാറ്റിയിട്ടില്ല. ഇവിടെ പിന്നെ ഞാൻ വീട്ടിലുണ്ട്. എല്ലാ ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ 12 മണി വരെ വണ്ടി എടുക്കുന്ന ആള് കണ്ടോ. ഇവിടെ വണ്ടി എഴുകുകയാണെങ്കിൽ ഞാനും ജാഫർക്ക് എന്നും അടിയിരിക്കും കേട്ടോ. ഇപ്പൊ ഞങ്ങൾ തെറ്റിയിട്ട് താത്ത മിണ്ടിച്ചതാ ഞങ്ങളെ. വേറെ ഒന്നല്ല കൊല്ലാ എടുക്കാം. എന്താണ് ഇതിന്റെ ഇത്? എന്നും എല്ലാ ഞായറാഴ്ചയുള്ള എല്ലാ വണ്ടികളും കേൾക്കണം എന്നിട്ട് നിർബന്ധം എന്നാ മൈക്ക് പിടിക്കേ? നിർബന്ധമൊന്നുമില്ല, പക്ഷെ വണ്ടികൾ കഴുകിയാൽ നല്ലതല്ലേ നമ്മൾ ഞായറാഴ്ച പുറത്തേക്കൊക്കെ പോകുമ്പോ. പക്ഷെ അതെങ്ങനെ ഇന്നെ കേൾക്കുന്നേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങള് വണ്ടിയായിട്ട് പോയി തിരിച്ചു വരുമ്പോ എന്തായാലും വൃത്തിയിടാം. എന്നാലും ഒന്ന് കഴുകണം പുറത്ത്. നമ്മള് വണ്ടിയായിട്ട് പുറത്തേക്ക് പോകുമ്പോ ആൾക്കാർ നമ്മളെ വണ്ടി ശ്രദ്ധിക്കൂലേ. അപ്പൊ ഇങ്ങനെ എന്താ ഒരു വണ്ടി കൊണ്ടെടുക്കണ പോലെ അതെല്ലാം നോക്കും. നമ്മളെ ഏറ്റവും കുറവാണ്. കുഞ്ഞാന്റെ ഒക്കെ വെച്ച് നോക്കുമ്പോ എന്തായിരിക്കും സ്ഥിതി? ഓരോ പുതിയ വണ്ടി ആയതോട്ടാ. എന്നാലും എല്ലാരും കഴുകും, അത് ശരിയാണ്. വണ്ടി എല്ലാരും കഴുകിക്കൊണ്ട് ഉമ്മച്ചി രാവിലെ തന്നെ കുളിച്ച് മാറ്റി പുറത്തൊക്കെ പോയി വന്നതാ. കഴിഞ്ഞു വന്നിട്ട് വണ്ടി കഴുകലൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിക്കണം. ഇത് നോക്ക്, വണ്ടി കൂടി കഴുകാണ്ട്. ഹലോ, വെള്ളത്ത് കളിക്കല്ലേ ലൂയി? കേറ്. അതാ കരഞ്ഞ് തെറ്റി. ഇതും കഴുകിയോ? എല്ലാ വണ്ടിയും കഴുകി. ആ ലൂയിനെ കരയിപ്പിച്ച്. എന്തിനാ അതിനെ കരയിപ്പിച്ച്? അതിനെ ആരാ ലൂയി കാട്ടിയത്? ഒമ്പ് കോട്ടിയോ? അപ്പൊ നമുക്ക് അടിക്കണം കേട്ടോ. വെള്ളത്തില് ചവിട്ടിട്ട് ചെളിയാക്കിട്ട് അത് അങ്ങോട്ട് കേറും. എന്നിട്ട് ഇവളെന്നെ ചീത്ത അറിയാൻ നടക്കും. അതിനെക്കാട്ടി നല്ലത് ആദ്യം മുതലേ. എന്തിനാ എന്നെ പറയുന്നത്? അയ്യോ, നീ പറഞ്ഞോ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് പിടിക്കും. എനിക്ക് ലൈക്ക് ചെയ്യണമെന്നറിയാം, ഐസിക്ക് കമന്റ് ചെയ്യണമെന്നറിയാം. അതെങ്ങനെ തരിക? ഫാൻസ് ഒക്കെ എങ്ങനെ വരണം? വരണം പറ. വീഡിയോ ഇട്ടിട്ട് പോകും. നമുക്ക് നോക്കാം ഈ വീഡിയോന്റെ താഴെ എത്ര പേര് എനിക്ക് കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഹാപ്പി ആവൂലേ? കാറ് കേൾക്കല് കഴിഞ്ഞു. ഇനി നമുക്ക് ചായ കുടിക്കണം. ഇന്ന് നമുക്ക് നല്ല പൊറാട്ടയും അയിലമുളക്. ഇന്ന് സൺഡേ ആണ്. അപ്പം സാധാരണ സൺഡേ ആണല്ലോ നിങ്ങളോട് ഉണ്ടാവില്ലേ. അപ്പൊ ഇന്ന് ഞങ്ങക്ക് കല്യാണം ഉണ്ട്. ആരുടെ കല്യാണം? ഉമ്മച്ചിന്റെ അനിയന്റെ കല്യാണമാണ്. അനിയന്റെ കല്യാണം. ഉമ്മച്ചിന്റെ ഉപ്പാന്റെ, അതായത് ചുണ്ടത്തെ ഉപ്പാന്റെ അനിയന്റെ മോന്റെ മോളെ കല്യാണം. എത്ര മാറി? അത് ഷോർട്ടായിട്ട് പറഞ്ഞത് ഉമ്മച്ചിന്റെ അനിയന്റെ മോളെ കല്യാണം. അനിയന്റെ കല്യാണം എന്നല്ല പറഞ്ഞത് ആദ്യം? അനിയന്റെ മോളേത് എന്നാണ് ഞാൻ ഫുൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഉമ്മച്ചിന്റെ അനിയന്റെ മോളെ വീട്ടിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പൊ കല്യാണത്തിന് പോണം, മാറ്റണം, തേക്കണം, കുളിക്കണം. സൺഡേ ആണ്. നമ്മൾ എന്തെങ്കിലും ചെറിയ ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്യാം കല്യാണത്തിന് ശേഷം. എവിടെങ്കിലും പോവാൻ പറ്റുകയാണെങ്കിൽ പോവാ ഗൈസ്. എവിടെ പോ? ഇവരെ കൊണ്ടുപോയില്ല കേട്ടോ കല്യാണത്തിന്. ഇവനോട് ഇന്നലെ ഞാൻ പറഞ്ഞതാണ് ഒരു ജീൻസ് കല്യാണത്തിന് പോകും. അല്ല, രാവിലെ എണീറ്റപ്പോ ഞാൻ പറഞ്ഞു അവന്റെ അടുത്ത്, ആ ജീൻസ് ഊരി വെച്ചോ, ഇല്ലേ മമ്മ വരുമ്പോ എനിക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞു. അത് കേൾക്കാങ്ങനെ അറിയോ? ഞാൻ കല്യാണത്തിന് വരുന്നില്ല. ഞാൻ എന്തിനാ കല്യാണത്തിന് വരുന്നേ? മമ്മീന്റെ കുടുംബത്തിലുള്ള കല്യാണല്ലേ. ശരിക്കും നോക്ക് പെറിയൂട്ടോ. കൊറേ ആയി ഗൈസ് കല്യാണത്തിനൊക്കെ കൂടിയിട്ട്. കല്യാണ ബിരിയാണി ലാസ്റ്റ് കല്യാണം നമ്മൾ കൂടിയത് നിഷ്മന്റെ കല്യാണം. അത് നിഷ്മലിന്റെ ശേഷം നമ്മളൊരു കല്യാണത്തിന് പോയിട്ടില്ല.
ലാസ്റ്റ് നമ്മള് നിസ്മലിന്റെ കല്യാണം. എനിക്ക് ഓർമ്മയില്ല, നിഷ്മലിന്റെ കല്യാണത്തിന് തോന്നുന്നു. ഓക്കെ, അപ്പൊ എന്നാ ഇനി ചായ ഒക്കെ കുടിച്ച് ഇനി ചായ ഒക്കെ കുടിക്കണം ഗൈസ്. ലൂയി താഴേക്ക് നോക്കണം കേട്ടോ. അപ്പോൾ എന്താണ് ഞങ്ങള് ഡ്രസ്സൊക്കെ വലിച്ച് ചായയൊക്കെ കുടിച്ച് ഡ്രസ്സൊക്കെ മാറ്റി വണ്ടി വരുന്നുണ്ട്. ജാഫർ നോക്കണേ, ഈ വണ്ടിയല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത്? ആ വണ്ടിന്റെ പേരെന്തായിരുന്നു? അത് മറ്റേ B6 എനിക്ക് സ്റ്റേക്കില്ലേ മഹീന്ദ്രയുടെ. അതെന്തോ ഒരു രസം. ഞങ്ങള് കല്യാണത്തിന് ഇറങ്ങി. ഞങ്ങൾ കല്യാണത്തിന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ എപ്പോഴും ഫോട്ടോ എടുക്കാൻ നിർത്തുന്ന സ്ഥലം കേട്ടോ. സ്ഥലം കാണിച്ചു നല്ല അടിപൊളി സ്ഥലമാണ്. അടിപൊളി, നല്ല നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല എന്താ പറയാ പറയുങ്ങള് പ്രകൃതി. വാവ് സൂപ്പർ. ആയി ഞാൻ അവിടെ പോയി നിൽക്കാം. ഇത് നമ്മളെ എവിടെയാണ്? നമ്മളെ തറവാടിന്റെ അടുത്താണ്. തറവാടിനടുത്ത് മുട്ടിലേക്ക് പോകുന്ന വഴിയാണ്. കൽപ്പറ്റ വഴിയല്ല, തൃക്കേപ്പറ്റ വഴി. നെടുമ്പാല ഫാമിലി മൊത്തം ഉണ്ട് കേട്ടോ. എന്താ കാണിച്ചു കൊടുക്കി. എല്ലാരും ഫോട്ടോ എടുക്കുന്നതിന്റെ തിരക്കിലാ. മെച്ചി ആരുടെ കല്യാണം നമ്മള് പറഞ്ഞല്ലോ. ആങ്ങളുടെ മോളെ കല്യാണം. എന്താണ് ലൂയി? എല്ലാരും ഉണ്ട്. നമ്മളെ വ്ളോഗില് വരണം എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇവിടെ. ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഫോട്ടോ എടുത്തിട്ട് കെട്ടിയോന് അയച്ചു കൊടുക്കേണ്ട തിരക്കിലാ. കെട്ടിയോ തെറ്റിരിക്കുക. ഫോട്ടോ കിട്ടാത്തതിന്. അത് നല്ല ഭംഗിയുള്ള ഫോട്ടോ വേണമെന്നൊക്കെയാണ് കെട്ടിയോൻ പറഞ്ഞിട്ടുള്ളത്. അതാ മോനെ പിടിക്കണം കേട്ടോ. ഇതെന്തിനാ? ഇത് ഉമ്മച്ചിന്റെ അനിയത്തിന്റെ മോളാണ് കേട്ടോ. പേര് പറഞ്ഞ ഫെമിന. ഇവളെ കെട്ടിച്ചത് കോഴിക്കോട് കേട്ടോ, ഈങ്ങാപ്പുഴ. ഇവക്ക് ഈ വ്ളോഗില് വരണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇവളെ മോളാ കേട്ടോ. എന്റെ പേര് പറ. അടിച്ചെടുത്താ കിട്ടും കേട്ടോ. ലിങ്ക് ഞങ്ങള് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നോക്കി എല്ലാരും ഡ്രസ് പോയി. ഇവള് ബ്ലാക്ക്, ഇവളെ വല്യമ്മ ബ്ലാക്ക്, നിങ്ങള് ബ്ലാക്ക്, താത്ത ബ്ലാക്ക്. വല്യമ്മന്നൊന്നും പറയാൻ പാടില്ല. വല്യമ്മ അന്ന് ഞാനും കൂടെ പോസ്റ്റ് ചെയ്യാം. ഭയങ്കര ഫോട്ടോ പോസ്റ്റിങ്ങിലാണ് എല്ലാരും. ഞങ്ങള് മാത്രം മതി. ഐശ്വരാണ് ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നത്. എടുത്തോ. കല്യാണത്തിന് പോണം. കല്യാണത്തിന് പോയി വന്നിട്ട് ചെറുപ്പയും ഉമ്മച്ചിയും ഉണ്ടോന്ന് അറിയില്ല. കാരണം ഉമ്മച്ചിന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ചെറുപ്പം വീട്ടിലുള്ള ദിവസമാണെങ്കിൽ ഉമ്മച്ചി ഇങ്ങനെ മുള്ളുമ്മല പൂവാ. അപ്പൊ ഉമ്മച്ചിനെ ഇറക്കി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി നെല്ലാർച്ചാല് പോവാ നമുക്ക്. നെല്ലാർച്ചാല് അവിടെ പൂട്ടിന്നൊക്കെ അന്ന് കേട്ടിരുന്നു. അപ്പൊ ഉണ്ടോ? അതല്ല വണ്ടി അവിടെ ആദ്യം വണ്ടീന്റെ പ്രശ്നം. ഈ വണ്ടി കയറ്റിയ ആൾക്കാരെ അലമ്പാക്കിയിട്ടാണ് പ്രശ്നം. വിഷയാണ്. ഞാന് കൊറേ മുന്നേ പോയത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ. അപ്പൊ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും. പിന്നെ ഇന്ന് സൺഡേ അല്ലേ. അതെ, എവിടേക്കെങ്കിലും ഒക്കെ പോവാ നമുക്ക്. എല്ലാവർക്കും നമുക്ക് പുറത്ത് കൊറേ കാഴ്ചകൾ കാണിച്ചു കൊടുക്കാം. നല്ല ചായ കുടിക്കുന്നതും നല്ല സൂപ്പർ ആയിട്ട്. ഇവിടെ നമ്മൾ അധികം പെരുന്നാളിനും ഓണത്തിന് വിഷുവിനൊക്കെ വന്നിട്ട് നമ്മൾ എടുക്കുന്നത് ഇവിടുന്നാണ്. ഇവിടെ വന്നിട്ടാണ് പെരുന്നാളത്തിന്. പക്ഷെ ഇവിടെ പ്രശ്നമുള്ളൂ, മഴ പെയ്താ പറ്റൂല ഗൈസ്. മക്കളൊക്കെ വെച്ച് വരുമ്പോ ശ്രദ്ധിക്കണം. കാരണം കണ്ടില്ലേ എന്റെ കുരുത്തക്കേടുള്ള ചെക്കൻ ചെയ്യുന്നില്ലേ. അത് മിക്കവാറും ആരും കണ്ടില്ലെങ്കിൽ എന്താ ചെയ്യാറിയോ, ഇങ്ങോട്ട് ഇറങ്ങിപ്പോ. കല്യാണത്തിനൊക്കെ പോയി വന്ന് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി ഇവർക്ക് ഡ്രസ്സ് മാറില്ല എന്നെ പണിയുള്ളൂ. എന്നിട്ട് ഞങ്ങൾ നെല്ലാർച്ചാലിലോട്ട് പോവാ. അപ്പൊ ജാഫർക്കൊക്കെ എന്തോ പറയാണ്ട്. എന്താ പറയാനില്ല. പണ്ട് എങ്ങനെയാണെന്ന് റോഡ് ഇതില് ഇവിടെ വരെ വന്നിട്ട് ഇവിടുന്ന് ഈ റോഡ് കണ്ടോ, ഇതിങ്ങനെ റോഡ് ഇങ്ങനെ ബസ് ഇങ്ങനെ പോവാ. ഇതിലൂടെ ബസ് ഇതായിരുന്നു റോഡ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ എല്ലാരും കാണുന്നത് കേട്ടോ, സത്യൊക്കെ തന്നെ അല്ലേ. ജാഫർക്ക് എങ്ങനെ ഒരു കഥ അറിയാ, ഞമ്മക്കൊന്നും അറിയില്ലല്ലോ. എന്നിട്ട് നല്ല തള്ളു വിടും. എന്നിട്ട് ഞങ്ങൾ അതൊക്കെ വിശ്വസിക്കും. ഇതൊക്കെ ആ സ്ഥലം എങ്ങനെ കാണുക. ഇത് കാരാപ്പുഴ ഡാമല്ലേ? കാരാപ്പുഴ ഡാം വെള്ളം കയറ്റിയതാ. ഇതൊക്കെ ഇവിടെ ഒരു പാലമുണ്ട്. ആ പാലം റോഡായിരുന്നു പണ്ട്. അതായിരുന്നു റോഡ്. ഈ താഴത്തു കൂടെ ആയിരുന്നു റോഡ്. നല്ല രസമുണ്ട് സ്ഥലമൊക്കെ. ഇതെവിടെ സ്ഥലം പറ? നെത്തൻകുഞ്ഞി. കുനിയാണോ കുന്നിയാണോ?
പോയാ എവിടെ അങ്ങോട്ട് കാണിച്ചു അവിടെ കാണാം. ഇവിടെ ഫുള്ള് പാലം കണ്ടോ? പാലത്തിൽ വെള്ളം കയറി. അതിന്റെ പകുതി പാലം വെള്ളത്തില കണ്ടോ? അതായിരുന്നു റോഡ്. ആ പാലം കണ്ടില്ല? ഇവിടുന്ന് കാണിച്ചു. അപ്പൊ നിങ്ങള് പറയണ്ടോ പാലം കണ്ടോ? ആ പാലം ആയിക്കൂടെ ആയിരുന്നു റോഡ് ഉണ്ടായിരുന്നത്. ഇതാണ് പാലം ഗൈസ്. ഓക്കെ, ഈ 2 മുളയുള്ളതല്ലേ? അതെങ്ങനെ? അത് ആയിക്കൂടെ ആയിരുന്നു റോഡ് ഉണ്ടായിരുന്നത്. ഞാൻ നീന്തല് പഠിച്ചത് അവിടെ ആരോ കുളിക്കണ്ടോ? ഓരോ സീൻ പിടിക്കണ്. ഞാൻ നീന്തല് ഒരു മീൻ പിടിക്കാം. ഞാൻ നീന്തല് പഠിച്ചത് അവിടെ നിന്നായിരുന്നു. അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങൾ പറയുന്നത് ഈ റോഡ് ഇല്ലായിരുന്നു? എന്നിട്ട് ആ പാലം ഇങ്ങനെ കേറി വന്നിട്ട് ഇതാക്കണ ഈ റോഡിലേക്ക് വരും. ഈ റോഡ് ഇങ്ങനെ, ഈ റോഡ് പുതിയതായിട്ട് ഉണ്ടാക്കിയതാ. കാരാപ്പുഴ ഡാമില് വെള്ളം കയറ്റിയതിന്റെ ശേഷം. അപ്പൊ നിങ്ങളെ പ്രായമൊക്കെ ഉള്ള റോഡിനെ? എന്റെ ഫ്രണ്ടിന്റെ വീട് ഇവിടെ ആയിരുന്നു. രാവിലെ അത് പൊളിച്ചിപ്പോ അവര് അങ്ങോട്ടേക്ക് പോയി, അവിടേക്ക് പോയി. ഇതാരാ? മമ്മയാണത്. ഓ, ലിപ്സ്റ്റിക്. ഞാൻ റെഡ് ഇടല്ലടാ. റെഡ് ലിപ്സ്റ്റിക് ഇടൂല. ബ്രൗണ്. ഇതൊക്കെ എവിടെ നിങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടതൊക്കെ? ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് നെല്ലാർച്ചാൽക്ക്? നെല്ലാർച്ചാൽ എല്ലാവർക്കും പരിചയമുള്ള സ്ഥലമായിരിക്കും. നിങ്ങളൊക്കെ താത്തൊക്കെ പഠിത്ത് പോയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് പോവാണ്. പഠിച്ചോ നീ ഇടക്കിടക്ക് പോയിരുന്നു പണ്ട്. ഇപ്പൊ നമ്മള് കഴിഞ്ഞാല് കുറെ ആയിട്ട് കടയിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് സ്ഥിരം എപ്പോഴും പോകാൻ പറ്റൂല. മറ്റേ നമ്മള് ഫ്രീ ടൈം ഉള്ള സമയത്തൊക്കെ നല്ല രസം അവിടെ പോയി ഇങ്ങനെ ഇരിക്കാം. അന്ന് അത്ര ആൾക്കാരും വരില്ല കേട്ടോ. അവിടെയൊക്കെ ആൾക്കാർ വരില്ല. പിന്നെ മീൻ പിടിക്കുന്നത് ഇങ്ങനെ കാണാൻ, മറ്റേ കൊട്ടവഞ്ചി ഇല്ലേ, ചെറിയ കൊട്ടവഞ്ചി ഉണ്ടാവും, അതിലിങ്ങനെ മീൻ പിടിക്കാൻ പോവാറ്. ഇങ്ങനെ മീൻ പിടിച്ചാലും നമുക്ക് അവിടെ നിന്ന് അങ്ങനെ മേടിക്കാൻ പറ്റില്ല. രാവിലെ 8 മണിക്കൊക്കെ പോയിട്ട് വേണം മീൻ മേടിക്കാൻ. അങ്ങനെ എപ്പോഴും പോയാലും മീൻ കിട്ടൂല. ഇപ്പൊ മീൻ കിട്ടോ? ഇപ്പൊ മീൻ മേടിക്കാൻ പറ്റൂല. മീൻ മേടിക്കാൻ ഒരു സമയമുണ്ട്, ആ സമയത്തെ മേടിക്കാൻ പറ്റില്ല. റിസോർട്ടാണ്. റിസോർട്ടിന്റെ ഈ റോഡിൽ നമ്മൾ ഷാബിക്ക് പറഞ്ഞ റിസോർട്ട് കാണുന്നില്ല. എന്താണ് ഇതാരാ? ഇത് ഞാനാ? ആയിക്കോട്ടെ. മമ്മ. ഓക്കെ. മമ്മന്റെ മുഖത്ത് എന്താ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ തോടുകളായിരുന്നു. നല്ല സാരിയൊക്കെ എടുത്ത് വന്നാല് ഇതെല്ലാം കാരാപ്പുഴന്റെ ഭാഗമാണ് കേട്ടോ. ഇത് പിന്നെ ശരിക്കും നമ്മളെ പിന്നെ കുടുംബപരമായിട്ട് ഇവിടൊക്കെ നല്ല ബന്ധമുണ്ട്. കാരണം ഇതൊക്കെ നമ്മളെ കുടുംബസ്വത്താന്ന് പറയുമോ പറയണേക്ക്. അതായത് മലയാച്ചൻ കൊല്ലി ഈ പിന്നെ അവിടുന്നൊക്കെയാണ് പണ്ട് ഇപ്പൊ ഒരു ചായക്കാടൻ ഉള്ളത് കാണിച്ചില്ല. അത് വാഴവറ്റ റോഡിലാണ്. ഒരു താമസിച്ചു. അത് ചെറുപ്പം കാണിച്ചിരുത്തുണ്ടായിരുന്നു. ഈ മലയാച്ചകൊല്ലിന്ന് ഇവിടുന്ന് പൂള ഏറ്റിട്ടാണ് ചെറുപ്പം പിന്നെ മേപ്പടിക്ക് എത്ര കിലോമീറ്റർ കുറെ ഉണ്ട്. നടക്കലാണ്, പൂള ഏറ്റിട്ട് നടക്കുന്ന പറയാം. അത്രയും ഇങ്ങനെ പോവാ. അപ്പൊ ഓലെ കുറെ കഥകൾ പറയണ കേട്ടിട്ടുള്ളത് ഇവിടുന്നാണ്. അതാണ് ഈ ഭാഗത്ത്, ഈ ഏരിയ. മലയച്ചൻകൊല്ലി, പുറ്റാട്, പിന്നെ വാഴവറ്റ. ഇവിടെയാണ് പുറ്റാട്. അതിന്റെ മുന്നേ ഇവിടെ ഒരു ബേക്കറി ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇതുണ്ടാവും, ഐസ്ക്രീം ഉണ്ടാവും. വണ്ടി എടുത്താ ഞങ്ങള് ഐസ്ക്രീം. ഞങ്ങളെ കൂടെ ഉള്ളത് മിസ്റ്റർ ജാസ്മിന മുഹമ്മദ്, ഐഷ റോയ, പിന്നെ 2 പിടുക്കാസുകള്, ഐസിൻ ഹംസ. പിന്നെ നമ്മളെ ലൂയി പാപ്പ ലൂയി ഉറങ്ങിയത് കൊണ്ട് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാന്ന് വിചാരിച്ചു, അവനെ കാണിക്കാൻ. മിക്കവാറും ഐസ്ക്രീം വാങ്ങലും എണീക്കലും ഒന്നിച്ചായിരിക്കും. അപ്പൊ ഇനി നമുക്ക് നെല്ലാർച്ചാലൊക്കെ എത്തിയിട്ട് വീഡിയോ എടുക്കാം. ഇത് മതിയോ? എന്നാ ഇതൊന്നും കൂടെ. എനിക്കാണ് വേനില. നിങ്ങൾക്ക് അതന്നെ മതിയോ? അപ്പൊ ഒരു വേനിലയും കൂടി നോക്കട്ടെ. അപ്പൊ ഇതല്ലേ ടേസ്റ്റ്? എനിക്കും അത് മതി. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു, ഇതൊന്നും കൂടെ. ആദ്യം ഞാൻ പറഞ്ഞു. അല്ല ഞാന് ഇത് മറ്റേ ഏതെടുത്തേ? എന്തിനാ അത് ചോക്ലേറ്റ് എടുത്തേ? അടിപൊളി. അടിപൊളിയാ? കൈപ്പാണോ? ഞാൻ പൈസ കൊടുക്കട്ടെ? അത് ഞാൻ പിടിക്കാം. അയ്യോ മഴ പെയ്തല്ലോ. നെല്ലാർച്ചാൽ നല്ല തണുത്ത
നേരത്തെ അതിൽ ചായ എന്റെ ചായ കിട്ടിയ കൊണ്ടു കേട്ടോ. അങ്ങനെയല്ല, ചെറിയൊരു ചാറ്റൽ മഴയും അല്ലേ, ഒരു എമ്മാരി വ്യൂ ആ നോക്ക്. കുട്ടികളെ നോക്കണേ. പോവാ ഇതൊക്കെ നല്ല ഇങ്ങനെ ഇരുന്നെടുത്ത ഷൂന്ന് പറഞ്ഞ ഒറ്റ പോക്ക. എനിക്കൊന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു പിക്നിക് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലം അല്ലേ? ശരിക്കും നമുക്ക് ഉച്ചക്കൊക്കെ വന്ന അവിടെ ഇരുന്നാ അതില്. എന്റെ നല്ല അടിപൊളി പൊടിയില്ലാത്ത ചായ. എനിക്കൊരു മുട്ട ബജി. കുറച്ച് നല്ല മഴ പെയ്ത് അല്ലേ? ഇതെന്താ സാധനം? പഴംപൊരി, നല്ല നൈസ് പഴംപൊരി ഇട്ടത്. ഭാവി പഴംപൊരി. എനിക്ക് ചമ്മന്തി മതി. ഇതെന്താ പക്കോട? താത്താക്ക് എന്താ കണ്ടേ? ബജി ഉണ്ട്. പക്കോട ബജി. ബജിക്ക് ചമ്മന്തി ഉണ്ട്, മുട്ട ബജി ഉണ്ട്, ബജി ഉണ്ട്, പക്കവട ഉണ്ട്, പഴംപൊരി ഉണ്ട്. എടുത്തോ. ബജി അല്ലേ അത്? എന്താ വേണ്ടേ? അതെന്താ എടുക്കണേന്ന് പറഞ്ഞാ ഇവിടെ കണക്ക് പറഞ്ഞു കൊടുത്താ മതിട്ടോ. പഴംപൊരി. പഴംപൊരിയാ? ഒരു പഴംപൊരി എടുക്കണ്ട, 2 പഴംപൊരി എടുത്തേക്കെ. പഴംപൊരി അല്ല, അത് വെക്കാം. ഓക്കെ, താങ്ക് യു. ഈ മഴ എന്തിങ്ങനെ പറ്റിക്കുന്നേ? ഇങ്ങോട്ട് കേട്ടോ താത്ത, ഇങ്ങോട്ട് വന്നോ. ഇന്ന് രാവിലെ നമ്മളിപ്പോ പറഞ്ഞിട്ടല്ലോ, നേരെ അവിടെ പോകും. അടിപൊളി. ഞാൻ ഇത്ര വിചാരിച്ചില്ല കേട്ടോ. മൈക്ക് നിങ്ങളുടെ അടുത്തുണ്ട്. നല്ല രസം, നല്ല ഫോട്ടോസ്. എന്ത് രസാ, വേറെ ലെവൽ സ്ഥലം. നല്ല എനിക്കൊന്നും ലവേഴ്സിന് വരാൻ പറ്റില്ല കേട്ടോ. കാരണം പ്രൈവസി അല്ല, താത്തെല്ലാം കണ്ടുവെച്ചിട്ട് കേട്ടോ. ഇത് ഈ വീഡിയോ കാണുന്ന ലവേഴ്സിനോട് ഇവിടെ നല്ല പ്രൈവസി ഒക്കെ ഉണ്ട് താത്ത പറഞ്ഞിട്ടുണ്ട്. എവിടെയാ താത്ത? അവിടെ നല്ല പ്രൈവസി ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് വരും കേട്ടോ ഈ സ്ഥലത്ത്. നമ്മളെ സ്വന്തം നാട്ടില് മഴയൊന്നുമില്ലെങ്കിൽ വെറുതെ നമ്മളെ സമയം കളയാൻ നമുക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാം. എന്തെങ്കിലും കുറിക്കാനെ കൊണ്ടുവരണേന്നു. തിന്ന ഏറ്റവും വിചാരം. അതാണ് ഞാൻ പറഞ്ഞ കൊട്ടവഞ്ചി. കണ്ടോ ആ സൈഡിൽ? കണ്ടോ കൊട്ടവഞ്ചി? അതാകണ്. ഇവിടെയാണ് മീൻ പിടിക്കുക. അത് കണ്ടോ മീൻ പിടിക്കാനുള്ളത് ഇട്ടിവിടെ. എന്താ അറിയോ? ബ്ലൂ കാണുന്നുണ്ടോ? സൂം ചെയ്യ്, 10-ലിട്. ഇങ്ങോട്ട് കാണിച്ചു കൊടുക്ക്. പുറത്തുനിന്ന് പിടിക്കാന്. ഇത് നോക്കി നോക്ക്, ഇത് അത് മീൻ പിടിക്കുന്ന സ്ഥലം. ഇതൊക്കെ അത് കണ്ടില്ല, അത് അവിടെ നിന്നാണ് മീൻ പിടിക്കുക. അത് മീൻ വളർത്തുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അത് മീൻ വളർത്തുന്ന സ്ഥലമാണ്. വെറുതെ പറയല്ലേ, ആണ് മീൻ വളർത്തുന്നതാണ്. നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യം? അല്ലാണ്ട് ഇനിയിപ്പോ വൈകുന്നേരം ആകുമ്പോ ഒന്നും കൂടി ആളിറങ്ങും. എനിക്ക് തോന്നണ ഇപ്പൊ എനിക്ക് ഓണത്തിന് സമയം 3:30 3:40 ആമ്പലുണ്ട്. അതറിയില്ല. നിങ്ങൾക്ക് ടാസ്ക് തരാം. അതിനകത്തോട്ട് ഇറങ്ങാൻ പറ്റൂല. ഇവിടെ നിന്ന് നിങ്ങളെ കൈ എന്താ മറ്റേ സിനിമയിലുള്ള പോലെ നീളുവോ? എവിടെ നിന്നിട്ട്? എവിടെ? അവിടെ നിന്ന് പറിക്കാൻ. അവിടെ ആമ്പല് വേണ്ടേ? അവിടെ ഇല മാത്രമേ ഉള്ളൂ, ആമ്പലില്ല. നിങ്ങൾ ആമ്പല് പറിക്കാൻ പോവാ? ഊരി കുത്തിയിട്ടാണ്ട് നിരങ്ങിയാണ്ട് പോണം. എന്നിട്ട് താഴെ എത്തിയിട്ട് ആമ്പല് പറിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുക. ഓൾറെഡി കഴിഞ്ഞ ആഴ്ചയല്ലേ ഞാന് രാവിലെ താത്താനെ വീഡിയോ കോൾ ചെയ്ത്, ഒരു 9:00 വീഡിയോ കോൾ ചെയ്ത്. ഞങ്ങള് വീഡിയോ കോൾ ചെയ്ത് എനിക്ക് 15 മിനിറ്റ് സംസാരിച്ചേ. അപ്പൊ താത്തന വരുന്നുണ്ട്, ഇതെന്താ ഇവിടെ വെള്ളം? വാഷിംഗ് മെഷീൻ തുറന്നു വെച്ചിട്ട് ഫുള്ള് വെള്ളം അകത്തും വിട്ടു. അങ്ങനെ ആ വീട് കുറച്ച് വെള്ളം കണ്ടു. ഒരാഴ്ചയായിട്ട് അത് പോരായിട്ട് എന്താ അതും ചന്തിയും കുത്തിയുണ്ട് ഒരൊറ്റ വീഴ്ചയായിരുന്നു. ഒറ്റ വീഴല്. അതൊക്കെ കഴിഞ്ഞ് എല്ലാം ക്ലിയർ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ വേസ്റ്റ് മാസത്തിലല്ലേ കൊണ്ടുപോവാ. അതിങ്ങനെ എടുത്ത് അടുക്കി വെച്ചതാണ്. അതൊന്നാരും മറന്നു. എന്താ പഠിച്ചത് പ്രശ്നം? പഠിച്ചവങ്ങളോട് എന്തോ ദേഷ്യം ഉണ്ടായിരുന്നു. അവിടെ തീർത്തുള്ള കണക്ട്. നോക്ക് പാൻറ്റൊക്കെ നോക്ക് ജാഫു.
ഇത് മറ്റേ ഈ സാധനം എന്തായാലും പറയാ മുള്ളോ മറ്റേ ഈ പാന്റിന് എന്താ പറയാ ഐസിന്റെ അത് തുടച്ചാ അതിങ്ങനെ അത് തുടച്ചാ പോരുന്നോ? തുടച്ചാ പോവില്ല ഗൈസ്. താത്ത പറഞ്ഞതാണ് ശരി. അപ്പൊ ഞങ്ങൾ ഇനി കുറച്ചേരം വിശ്രമിക്കാനിരുന്നു. ഞങ്ങൾ കുറച്ചേരം പ്രണയിക്കാനിരുന്നു. എന്താ അറിയോ, ഇങ്ങനെ ഈ ഒരു ഇരുത്തണ്ടല്ലേ, ഇതൊക്കെ ഈ ഇരുത്തം ആ ബാക്കത്തെ വ്യൂ നോക്കിയോക്ക്, അല്ലെ നമ്മള് ബാക്കെന്ന് ഇങ്ങനെ വിളിച്ചാലും മതി. ഇങ്ങനെ ഒറ്റക്ക് വന്നിരിക്കണം കേട്ടോ. റൈറ്റുകളെ പലതും നമ്മളങ്ങനെ ബാക്കെന്ന് എടുത്തു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര പേടിയാണ്. ഞങ്ങൾ പ്രേമിച്ചിരുന്ന സ്ഥലങ്ങളാട്ടോ ഇതല്ല സോറി ഗൈസ്, ഇവിടെ ഒരു ആധിപത്യത്തില്ല. മൈസൂരിൽ ഞങ്ങളെ സ്ഥലം എങ്ങനെയുണ്ട്? അങ്ങനല്ല ഉദ്ദേശിച്ചത്. കുറച്ച് സമയമൊക്കെ എന്നാലും നമുക്ക് വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാലോ. ഇല്ല അതെ, പക്ഷെ എനിക്ക് ഫ്രീ ആയിട്ട് വരണം കേട്ടോ. മീറ്റിങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. നല്ല കപ്പിൾസ് കഥയും പറഞ്ഞ് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ എന്ത് ചലഞ്ച് നമുക്ക് ചെയ്യാം ഗൈസ്. എല്ലാരും കമന്റ് ചെയ്യും, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചലഞ്ച് എന്താണ്. മഴ പെയ്തു, ഞങ്ങളെല്ലാരും നനഞ്ഞു. വരണേ, എത്തണ്ടേ, വണ്ടി ഇവിടെ കിടക്കുന്നത്. അയ്യോ ഫുള്ള് നനഞ്ഞു ആകെ. ജാഫർക്ക് അപ്പളേ പറഞ്ഞതാ മഴ പെയ്യുന്നുണ്ട്, പോരി. അപ്പൊ ഞങ്ങൾ അഹങ്കാരം കളിച്ചു, അങ്ങനെയൊന്നും മഴ പെയ്യില്ല പറഞ്ഞിട്ട്. അയ്യോ ജാഫർഖാൻ്റെ അടുത്ത് മൈക്കുണ്ട്, എൻ്റെ അടുത്തും മൈക്കുണ്ട്. കല ബലിയായിരിക്കും. ജാഫർക്ക് സംസാരിക്കുന്നുണ്ട്, ഞാനും സംസാരിക്കും. അയ്യോ അതിന് എതിലൂടെ കയറിയ നിങ്ങള് എങ്ങനെയാ വന്നേ? സോറി. അപ്പൊ ഗൈസ് ഞങ്ങൾ നല്ല മഴയൊക്കെ കൊണ്ട് മഴ പെയ്തപ്പോ ഓടി. അതൊക്കെ കണ്ടിക്കണേ, അതൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, നിങ്ങള് മുന്നിൽ ഓടിയില്ലേ? അപ്പൊ ഞാൻ അവിടെ ഇരുന്നപ്പോ തന്നെ ഞാൻ പറയുന്നുണ്ട്, അതാ മഴ വരുന്നുണ്ട്, നമുക്ക് ഇപ്പൊ പോയാ മഴ പെയ്യണേന് മുന്നേ കാറ് കയറാന്ന്. അതെ. അപ്പോ ഞങ്ങള് പുറത്തിറങ്ങി, ഇനി എങ്ങോട്ട് പോകുന്നില്ല. 2 റോഡുണ്ട്, മുന്നോട്ടും ഉണ്ട് അങ്ങോട്ടും ഉണ്ട്. അപ്പൊ ഞങ്ങൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് കുറെ ലെങ്തി ആയിരിക്കും വീഡിയോ. അപ്പം എല്ലാവരും ഞങ്ങളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതെപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്ന ആള് താത്തേട്ടോ. നല്ല പണിയുണ്ട്. ഈ കാലുമേലുള്ള സാധനങ്ങളൊക്കെ പഠിച്ചു വേണം. ഓക്കെ ബൈ.